ഈ നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ച ആ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. എനിക്കിത് രാവിലെ ഈ പറയുന്ന ഗവർണർ വന്ന് ഈ ബൊക്കെ വാങ്ങിക്കുന്ന ആ സമയത്തെ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തത്സമയം. അവിടെ നിന്ന് തന്നെ എന്താണ് ഗവർണറുടെ ഒരു നിലപാട്, ആറ്റിറ്റ്യൂഡ് എന്ന കാര്യം വളരെ വ്യക്തമായിരുന്നു. ഇപ്പോൾ കീപ്പിംഗ് ദ ഡെക്കോറം നമ്മൾ പറയത്തില്ലേ, രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ ഉണ്ടാകേണ്ട സ്വാഭാവികമായ ഒരു ഹൃദ്യതയുണ്ടല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഈ അതിർത്തി തർക്കമോ ഒന്നും അല്ലല്ലോ ഇവരുടെ പ്രശ്നം. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പിന്നെ ഗവർണർ കാണിക്കേണ്ട, പ്രത്യേകിച്ച് ഗവർണർ റിസീവ് ചെയ്യാൻ വന്ന് നിൽക്കുന്ന ഒരാളോട് കാണിക്കേണ്ട സാമാന്യമായ മര്യാദയുണ്ട്, ഒരു ഊഷ്മളതയുണ്ടല്ലോ. ആ ഊഷ്മളത ഉണ്ടായിരുന്നില്ല എന്നിടത്ത് തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നെ വളരെ വേഗത്തിൽ വന്നിട്ട് ഒരു വല്ലാത്ത ശബ്ദത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു പോവാണ്. ഒരു പരിഭവം മുഴച്ചു നിൽക്കുന്ന ശബ്ദമായിട്ട് തന്നെ എനിക്കത് ഫീൽ ചെയ്യുന്നു. ഇപ്പം ഇന്നലെ അദ്ദേഹം ചെന്നൈയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൽ പങ്കെടുത്തു. അവിടെ നിന്ന് നേരെ കോയമ്പത്തൂരേക്ക് വരുന്നു. കോയമ്പത്തൂരേക്ക് വന്നൊരു ഗീതായജ്ഞ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അവിടെ നിന്ന് നേരെ പാലക്കാട്ടേക്ക് എത്തുന്നു. പാലക്കാട് ഒരു സംഘർഷം ഉണ്ടാകുന്നു. അവിടുന്ന് രാത്രി അമൃത എക്സ്പ്രസ് വരുന്നു. രാവിലെ തിരുവനന്തപുരത്ത് എത്തുന്നു. അവിടുന്നാണ് അദ്ദേഹം ഈ പരിപാടിയിലേക്ക് വരുന്നത്. ഹെക്ടിക്കാണ് ഈ ഷെഡ്യൂൾ. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, ഒരു സംസ്ഥാന നിയമസഭയുടെ നയപ്രഖ്യാപനത്തിൻ്റെ തൊട്ട് തലേദിവസമാണ് ഈ യാത്രകളൊക്കെ നോർക്കണം. പരിപാടി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഗൗരവത്തോടെ ഗവർണർ കണ്ടു. ഇനി വന്നാൽ തന്നെ ഈ വളരെ എനർജറ്റിക് ആയ ഒരാളാണ് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ഇന്ന് വേണമെങ്കിൽ 1-2 മണിക്കൂർ നേരം അദ്ദേഹം നിന്ന് സംസാരിക്കും, ഒരു പ്രശ്നമുള്ള ആളല്ല. പക്ഷേ ഈ തീരുമാനം എന്ന് പറയുന്നത് നിസ്സഹകരിക്കാനുള്ള തീരുമാനം തന്നെയാണ്. എസ്പെഷ്യലി അരുൺ സൂചിപ്പിച്ചതുപോലെ മൈ ഗവൺമെൻറ് എന്നൊരു വാക്ക് പറയാതിരിക്കും. ഈ നിയമസഭയിലേക്ക് ഗവർണർ വന്നു കഴിഞ്ഞാൽ പിന്നെ സഭയുടെ കസ്റ്റോഡിയൻ ഗവർണറാണ് അതിൻ്റെ നിയന്ത്രണം മുഴുവനുമുള്ളത്. അപ്പോൾ ഗവർണർ പിന്നെ അഭിസംബോധന ചെയ്യുന്നത് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ പ്രതിനിധികളെയാണ്. അപ്പോൾ ആ ആദരവോടുകൂടി കേരളത്തെ അഭിസംബോധന ചെയ്യുന്ന കസ്റ്റോഡിയൻ ഓഫ് ലെജിസ്ലേച്ചർ, അതിൻ്റെ കസ്റ്റോഡിയനായി നിന്നുകൊണ്ട് കാണിക്കേണ്ട ഒരു ഹൈറ്റ് ഇന്ന് ഗവർണർ കാണിച്ചിട്ടില്ല. അതെ, അപ്പോൾ ആ അർത്ഥത്തിൽ ഗവർണറുടെ നിസ്സഹകരണം തന്നെയാണ് ഇതിനകത്തുണ്ടായിട്ടുള്ളത്. ഗവർണറുടെ പ്രതിഷേധം തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഈ മൗനം ഒരു ഒത്തുതീർപ്പാണോ എന്ന ചോദ്യം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഗവർണർ പാസ് ചെയ്യുമ്പോൾ ഉയർന്നു വന്ന ആ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒത്തുതീർപ്പാണോ? എന്തുകൊണ്ടാണ് ഗവർണർ, അത് മാത്രമല്ല കേന്ദ്രത്തിനെതിരായുള്ള വിമർശനങ്ങൾ ശക്തമല്ല എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണവും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 136 പേജ് 136 ഖണ്ഡികകൾ വായിച്ചാലും ഇല്ലെങ്കിലും അതിൽ ഈ നവകേരള സദസ്സിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. 4ാമത്തെ ഖണ്ഡികയൊക്കെ അടുത്ത ദിവസവും വിശദമായി തന്നെ ചർച്ച ചെയ്യും. ഇന്നലെ സമയമില്ലാത്തതുള്ളൂ. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും പ്രതിപക്ഷം ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇനിയിപ്പോൾ നന്ദിപ്രമേയ ചർച്ച വരും. നന്ദിപ്രമേയ ചർച്ചയിൽ ഇതെല്ലാം ഓരോ പാരഗ്രാഫിനുമുള്ള മറുപടി ഉണ്ടാവും പ്രതിപക്ഷം. നമുക്ക് ഇനി വരും ദിവസങ്ങളും അത് ആഴത്തിൽ ഉള്ളടക്കം ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളടക്കം വിട്ടെന്ന് പറഞ്ഞത്. എന്നാലും ഇന്ന് അവിടെ ഭരണപക്ഷത്തെ MLA-മാർക്ക് സൗകര്യമായി. ഈ ഡൽഹിയിലെ സമരം നേരത്തെ സ്മൃതി പറഞ്ഞത് നോക്കൂ. അവിടെ ഡൽഹിയിലെ സമരം കുറച്ചുകൂടി വിപുലമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ ജന്തർ മന്ദറിൽ പോയി നിന്നാൽ അതിന് കിട്ടാവുന്ന വാർത്താ പ്രാധാന്യം എന്താണ്? പക്ഷേ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ള, എനിക്ക് തോന്നുന്നു നിതീഷ് കുമാറിനെ അടക്കം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ മുഖ്യമന്ത്രിമാർ വന്നാൽ മതി, പരമാവധി ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് കേന്ദ്രത്തിനെതിരെ ഇതേ ജന്തർ മന്ദറിൽ തന്നെ നമ്മൾ അവിടെ ചെന്ന് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിന് പകരം നമ്മളൊരു വലിയ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. ആ സെമിനാറിൽ ഈ മുഖ്യമന്ത്രിമാരെയൊക്കെ ഉൾച്ചേർക്കാൻ സാധിക്കുമെങ്കിൽ അത് നേരത്തെയുള്ളതിനേക്കാൾ വിപുലമായിട്ടുള്ള ഒരു സമരം മാത്രമല്ല. Meet the editors.